ക്ലിയർ? ജമ്മുവിലാണ് ശ്രീനഗർ വരുന്നത്, ശ്രീനഗർ. ലഡാക്കിലാണ് കാർഗിൽ വരുന്നത്. 460-480 മീറ്റർ പെർ സെക്കൻഡ് വരും. മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ അത് 0.460 കിലോമീറ്റർ പെർ സെക്കൻഡ് വരും. ഇവിടെ 28 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, മറ്റത് 0.460. അവിടെ പകലിന്റെ ദൈർഘ്യമോ രാത്രിയുടെ ദൈർഘ്യമോ ഒന്നും സ്വാധീനിക്കുന്നില്ല. ഊഷ്മാവ് മാത്രമേ കാര്യമായിട്ട് അതിനെ സ്വാധീനിക്കുന്നുള്ളൂ. അപ്പോൾ പകലിന്റെ ദൈർഘ്യം കൂടിയാലും. എല്ലാവർക്കും നമസ്കാരം. HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ആപ്പിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. നമുക്ക് സോഷ്യൽ സയൻസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. 20 മാർക്ക് നമുക്ക് ജോഗ്രഫിയിൽ നിന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് HSA സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ജോഗ്രഫി എന്ന് പറയുന്ന വിഷയത്തെ ആത്മാർത്ഥമായിട്ട് കാര്യമായി സമീപിക്കേണ്ടതുണ്ട്. അപ്പം ക്ലാസിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് തുടങ്ങാൻ പോകുന്നു അല്ലേ, നിങ്ങളുടെ പഠനം നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. അപ്പം ഈ ഒരു ആരംഭ സമയത്ത് ജോഗ്രഫിയെ സംബന്ധിച്ച് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാനായിട്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ജോഗ്രഫി പഠിക്കേണ്ടത്? ആദ്യമായിട്ട് HSA സോഷ്യൽ സയൻസ് തയ്യാറെടുക്കുന്നവരുണ്ടാവും. കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയിട്ട് അതിൽ നല്ല മാർക്ക് ലഭിക്കാൻ പറ്റാതെ പോയവരുണ്ടാവും. അപ്പം വലിയൊരു ഗ്രൂപ്പ് നമുക്ക് ഈ ഒരു എക്സാമിനോട് തയ്യാറെടുക്കുന്നുണ്ട്. നോർമലി മറ്റ് HSA സബ്ജക്ട്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്ന ഒരു വിഷയം കൂടിയാണ് HSA സോഷ്യൽ സയൻസ്. അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് ഓരോ വിഷയത്തെയും നമ്മൾ സമീപിക്കേണ്ട പോലെ സമീപിച്ച് പഠിക്കേണ്ടതുപോലെ പഠിച്ച് മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഹിസ്റ്ററിയും ജോഗ്രഫിയും 4 സ്കോർ ഏരിയാസ് ആണ്, സബ്ജക്ട്സ് ആണ്. അതിൽ നമ്മൾ നാല് കൂട്ടർക്കും ഒരേപോലെ പ്രാധാന്യമുണ്ട്, മാർക്കിൽ പ്രാധാന്യമുണ്ട്. പക്ഷേ ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രധാന ആശങ്കയാണ് ജോഗ്രഫിക്ക് കുറച്ചും കൂടെ വലിയ സിലബസ് അല്ലേ എന്നുള്ളത്. അതെ, കുറച്ചും കൂടെ വലിയ സിലബസ് ആണ് ജോഗ്രഫിക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ മൊഡ്യൂളുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, കുറച്ചും കൂടെ വലിയ സിലബസ് ആണ് ജോഗ്രഫിക്ക് നൽകിയിരിക്കുന്നത്. 20 മാർക്കിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പഠിച്ച് തീർക്കുമ്പോൾ അതൊരു നല്ല സമയമെടുക്കുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതൊരു നല്ല ബുദ്ധിമുട്ടുള്ള കുറച്ച് അധ്വാനം ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് HSAയുടെ ഈ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് മാത്രമല്ല, ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ഒരു പഠനം എളുപ്പമാക്കാൻ, നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഈസി ആക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തൊട്ട് മുൻപ് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ നമ്മൾ പരിശീലിക്കണം, അതൊന്ന് പരിചയപ്പെടണം. ആദ്യം ഒരു ബുക്ക് എടുത്ത് ആദ്യം തുടങ്ങുകയല്ല ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ആ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് ആ ചോദ്യങ്ങളുടെയൊക്കെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പാഠം പഠിച്ചു തുടങ്ങാനായിട്ട്, നമ്മുടെ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന ഏറ്റവും അവസാനമായി നടന്ന HSA സോഷ്യൽ സയൻസ് പരീക്ഷയിലെ 20 ജോഗ്രഫി ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ ചോദ്യങ്ങളിലൂടെ ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട മേഖലകൾ ഏതെല്ലാമാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു, ഇതൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ പഠനത്തെ ഉറപ്പായിട്ടും ഈസിയാക്കും, എളുപ്പമാക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം വന്നത് ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇത്. ഈ ചോദ്യം ഭൂമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെയൊക്കെ അടിസ്ഥാന വിവരങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ അതിനകത്ത് വരുന്ന അതിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതി കൊടുത്തോണം, എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് എഴുതി എടുത്തോണം. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങൾ SCERTയിലും NCERTയിലും ഈ ചോദ്യത്തെ പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. NCERT മാത്രമല്ല, ഞാൻ NCERT എന്ന് പറയുന്നത് എപ്പോഴും +1 +2 ബുക്കുകളായിരിക്കുമേ. SCERT എന്ന് പറയുന്നത് 5 മുതൽ 10 വരെയുള്ള നമ്മുടെ കേരള സിലബസിലുള്ള SCERT ടെക്സ്റ്റുകളും അങ്ങനെയായിരിക്കും. ഞാൻ ഇനി ഇടയ്ക്കൊക്കെ NCERT എന്ന് പറയുമ്പോൾ അത് +1 +2 ബുക്കിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കൂടി ഓർത്തോണം. ബാക്കിയുള്ളത് നമ്മുടെ 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റിനെ ആയിരിക്കും SCERT എന്ന് പറഞ്ഞ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക് ഗ്രീനിച്ചിലെ സമയം എത്ര? ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുക, ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം എന്താണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കിക്കുക. ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം 6 മണിക്ക്. അപ്പോൾ ഒരു ഭൂമിയുടെ ഒരു ഗ്ലോബിൻ്റെ ഒരു ചിത്രം നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഒരു ഗ്ലോബിൻ്റെ ഒരു ചിത്രം, ചെറിയൊരു ചിത്രം നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തേക്കുവാണ് ഇന്ത്യയുടെ ഒരു കുഞ്ഞൊരു മാപ്പ് നമ്മൾ വരയ്ക്കുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന മാനക രേഖാംശം മാർക്ക് ചെയ്യുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന മാനക രേഖാംശം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, ഈ രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ സമയ മേഖലകൾ നിർണ്ണയിക്കപ്പെടുന്നത്.
ഈ രേഖാംശം കടന്നു പോകുന്ന സമയത്തെ ചോദ്യകർത്താവ് പറയുന്നു ആ രേഖാംശം കടന്നു പോകുന്ന പ്രദേശത്തെ സമയം 6 മണിയാണ്, 6 PM ആണ്, 6 മണി കേട്ടോ, വൈകുന്നേരം 6 മണിയാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഗ്രീനിച്ച് എന്ന് പറയുന്ന രേഖാംശത്തിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ഡിഗ്രി രേഖാംശമാണ്, 0 ഡിഗ്രി രേഖാംശമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വന്നു നമ്മൾ. ഉച്ചയ്ക്ക് 12:30 ഗ്രീനിച്ചിലെ സമയം. ഇത് കടന്നു പോകുന്ന 0 ഡിഗ്രി കടന്നു പോകുന്ന ഗ്രീനിച്ചിലെ സമയം ഉച്ചയ്ക്ക് 12:30 ചോദ്യം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫൈനൽ കീയിൽ ആൻസർ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ കിട്ടി? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ഇന്ത്യൻ മാനക രേഖാംശവും ഗ്രീനിച്ച് രേഖാംശവും തമ്മിൽ 5.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. എത്ര മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്? 5.5 മണിക്കൂറിന്റെ വ്യത്യാസം. അതായത് 0-ൽ നിന്ന് 82.5 ഡിഗ്രി ഈസ്റ്റ് എന്ന രേഖാംശത്തിലേക്ക് എത്തുമ്പോൾ 5.5 മണിക്കൂറിന്റെ വ്യത്യാസം സംഭവിക്കുന്നു. ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സൂര്യന്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത്. 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6-ൽ നിന്ന് 5.5 കുറച്ചാൽ 0 ഡിഗ്രിയിലെ സമയം കിട്ടും. 6-ൽ നിന്ന് 5.5 ഒന്ന് കുറച്ചേ. 5, 4, 3, 2, 1 പിന്നെ ഒരു അരയും കൂടെ കുറയ്ക്കണം. 1 മണി വരെയായി. 5 കുറച്ചപ്പോൾ ഒരു അരയും കൂടെ കുറയ്ക്കും 12:30. ഉച്ചയ്ക്ക് 12:30 എന്ന് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. ഇനി സംശയമുള്ളവർക്ക് 12:30-ൽ നിന്ന് 5:30 മുമ്പോട്ട് കൂട്ടുമ്പോൾ ഇന്ത്യയിലെ സമയമായ വൈകുന്നേരം 6 മണി എന്ന് കിട്ടുമെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിക്കൂ. എങ്ങനെയാ കൂട്ടണ്ടേ? 12:30-ൽ നിന്ന് 5.5 മണിക്കൂർ മുമ്പോട്ട് കൂട്ടിക്കേ. 1:30, 2:30, 3:30, 4:30, 5:30 പിന്നെ ഒരു അരയും കൂടെ കൂട്ടണമല്ലോ, 6 മണി. കിട്ടിയില്ലേ? ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങൾ, അക്ഷാംശങ്ങൾ, രേഖാംശങ്ങൾ എന്ന് പറയുന്ന ആദ്യ പാഠങ്ങളിൽ നിന്നാണ്, NCERT പാഠങ്ങളിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, 2011 സെൻസസ് അനുസരിച്ച്, 2011 സെൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനസംഖ്യ കുടിയേറ്റം എന്ന് പറയുന്നൊരു പാഠം നമുക്ക് +2-ലുണ്ട്. NCERT +2 ബുക്കിൽ നമുക്ക് ജനസംഖ്യയും കുടിയേറ്റവും ഒക്കെ പഠിക്കാനുണ്ട്. അതിനകത്ത് 2011 സെൻസസിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. 8ാം ക്ലാസ്സിലെ SCERT ജോഗ്രഫി പാഠപുസ്തകങ്ങളിലും സെൻസസിനെ പറ്റിയുള്ള ചെറിയ ധാരണകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നോക്കാം. 2011 സെൻസസ് അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിന് 1000-ൽ കൂടുതലുള്ള ഒരു സംസ്ഥാനം താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. 1000-ന് മുകളിൽ ജനസാന്ദ്രത വന്ന 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. അത് രണ്ടാമതുള്ള വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ കേട്ടോ. ജനസാന്ദ്രതയിൽ 1ാം സ്ഥാനത്ത് വരുന്നത് ആരാണ്? ബീഹാറാണ്. രണ്ടാമത് വരുന്ന ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. ഇവർ രണ്ടുപേരും സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1000-ന് മുകളിൽ ജനസാന്ദ്രത വന്ന സംസ്ഥാനങ്ങളാണ്. കേരളം നമുക്കറിയാം 860 അടുത്ത് വരുന്നുള്ളൂ. 3ാം സ്ഥാനത്ത് കേരളം വരുന്നുണ്ട്. ഓക്കെ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനസാന്ദ്രത ഉള്ളത് ഏതാണ്? ഡൽഹിയാണ്. രണ്ടാമത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയ ബീഹാർ ഓപ്ഷനിലുണ്ടോ? ഇല്ല. ബീഹാർ ഓപ്ഷൻ ഇല്ലെങ്കിൽ അടുത്തത് രണ്ടാമത് ജനസാന്ദ്രതയിൽ രണ്ടാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് വെസ്റ്റ് ബംഗാളാണ്. അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. സെൻസസ്, ജനസംഖ്യയും കുടിയേറ്റവും എന്ന് പറയുന്ന +2 പാഠത്തിൽ നിന്ന് ഈ ചോദ്യം വന്നിരിക്കുന്നു. ഇത് NCERT മാത്രമുള്ളതാണോ? അല്ല, ഇത് SCERT-യിലും ഈ ഒരു പോർഷൻസ് കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ബീഹാർ എന്നുള്ളത് മാത്രമാണ് SCERT-യിൽ പരാമർശിക്കുന്നത്. 2ാം സ്ഥാനത്ത് വന്ന വെസ്റ്റ് ബംഗാളിനെ പറ്റി പരാമർശമുള്ളത് നമ്മുടെ ഹയർ സെക്കൻഡറി ബുക്കിലാണ്, NCERT ബുക്കിലാണ്. 3ാമത്തെ ചോദ്യം, ഇതും SCERT-യിലുണ്ട്, അതേപോലെ തന്നെ NCERT-യിലും ഉണ്ട്. NCERT മാത്രമായിട്ടുള്ള ഒരു ചോദ്യമല്ല, SCERT-യിലും NCERT-യിലും കാണാൻ സാധിക്കും. അതായത് SCERT പഠിച്ച ആൾക്ക് പോലും ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഹയർ സെക്കൻഡറി ബുക്കിലേക്ക് പോകണമെന്നില്ല ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട്. നോക്കിക്കേ, ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലമേത്? സമയമേത്? കാലമേത്? സമയമേത്? ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തമാണ്. ഇതെല്ലാം നമ്മൾ എപ്പോഴും പുസ്തകത്തിൽ ഉത്തരാർദ്ധഗോളത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. ഉത്തരാർദ്ധഗോളത്തിലെ വസന്തവും ഉത്തരാർദ്ധഗോളത്തിലെ സമ്മറും ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യമൊക്കെയാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഈ ഋതുക്കൾ എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ഉത്തരാർദ്ധഗോളം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിന് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദക്ഷിണാർദ്ധഗോളത്തിലെ ആ ഋതുവിനെ പറ്റിയുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത്. നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരമായി. ഉദാഹരണത്തിന് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ, ഡിസംബർ 22 മുതൽ കേട്ടോണം, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലമാണ്. നമുക്കറിയാം, നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലാണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമുക്കൊക്കെ ഡിസംബർ ജനുവരി മാസങ്ങളൊക്കെ ശൈത്യകാലമാണ് അല്ലെ? ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെ നമ്മൾ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ ഉള്ളത്. നമുക്കെല്ലാം ശൈത്യകാലമാണ്. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ. ശൈത്യത്തിന്റെ വിപരീതം എപ്പോഴും എന്താണ് ചിന്തിക്കേണ്ടത്? ഉഷ്ണമാണ്. മനസ്സിലായില്ലേ? അതായത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ സമ്മറാണ്, അല്ലെങ്കിൽ ഉഷ്ണകാലമാണ്. മനസ്സിലായി? ദക്ഷിണാർദ്ധഗോളത്തിൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡും ചിലിയും ഒക്കെ വരുന്ന ആ ഒരു ദക്ഷിണാർദ്ധഗോളത്തിൽ ആ സമയത്ത് എന്താണ്? ഉഷ്ണകാലമാണ്, വേനൽക്കാലമാണ്. ഇനി
ശൈത്യകാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് വരുന്നു? വസന്തം വരുന്നു. ശൈത്യത്തിന് മുമ്പാണെങ്കിൽ എന്താണ്? ഓട്ടമാണ്. ഓട്ടം സീസണാണ്. ശൈത്യം കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസണാണ്. അതായത് മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ സ്പ്രിംഗ് സീസണാണ്, വസന്തമാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ വരുന്നു, ശരത്കാലം വരുന്നു, ഓട്ടം. ഇനി ജൂൺ 21 തൊട്ട് അടുത്തത് സെപ്റ്റംബർ 23, അടുത്ത കണക്കതാണ്. ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ ഉത്തരാർദ്ധഗോളത്തിൽ, കേട്ടോണം, ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ ഉത്തരാർദ്ധഗോളത്തിൽ. വസന്തം കഴിഞ്ഞാൽ എപ്പോഴും എന്ത് വരും? വസന്തം കഴിഞ്ഞാൽ ഉടനെ സമ്മർ. ഉത്തരാർദ്ധഗോളത്തിൽ സമ്മറാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ പറഞ്ഞ ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ സമ്മറിന് നേരെ ഓപ്പോസിറ്റ് ശൈത്യകാലമാണ്. അവർക്ക് ഏത് കാലമാണ്? അവർക്കിപ്പോൾ ശൈത്യകാലമാണ്. ഇനി അടുത്തത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഉത്തരാർദ്ധഗോളത്തിൽ സമ്മർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ശരത്കാലമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലമാണ്. നമ്മുടെ ചോദ്യം നോക്കിക്കേ, ശരത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശരത്കാലത്തിന് ഓപ്പോസിറ്റ് വസന്തമാണ്. അപ്പൊ ഇത് നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. കണ്ടോ, ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തം അനുഭവപ്പെടുന്ന കാലം ഉത്തരാർദ്ധഗോളത്തിലെ ശരത്കാലമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തകാലം. ഉത്തരാർദ്ധഗോളത്തിലെ ശരത്കാലമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തകാലം. ഞാൻ പറഞ്ഞു ഉത്തരാർദ്ധഗോളത്തിലെ ശരത്കാലം എന്ന് പറയുന്നത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണെന്ന് പറഞ്ഞു. അതാണ് ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തകാലം. കണ്ടോ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ വസന്തം ദക്ഷിണാർദ്ധഗോളത്തിലെ വസന്തം ഉത്തരാർദ്ധഗോളത്തിലെ എന്തായിരിക്കും? ശരത്കാലമായിരിക്കും. നേരെ തിരിച്ച് ചിന്തിച്ചോണം കേട്ടോ. ഇതെന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലെ ശരത്കാലമായിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലെ സമ്മർ, വേനൽ എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യമായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിലെ ശൈത്യം എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിലെ എന്തായിരിക്കും? ഉഷ്ണമായിരിക്കും, വേനലായിരിക്കും. അങ്ങനെയാണ് ഇതിൽ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഇന്ത്യയുടെ ഒരു ഏറ്റവും വടക്ക് വശം, നോർത്ത് സൈഡാണ് ഈ ചുരങ്ങൾ, ശ്രീനഗറും അതുപോലെ തന്നെ കാർഗിലും വരുന്നത്. അപ്പോൾ പഴയ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഇപ്പോൾ നിലവിൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അല്ലേ? ഏതൊക്കെയാണ് ആ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ലഡാക്കും അതേപോലെ തന്നെ ജമ്മുവും. ഇവിടെ പാക് അധിനിവേശ കാശ്മീർ എന്നറിയപ്പെടുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇത് LAC ആണ് ഈ വരച്ചിരിക്കുന്ന അതിർത്തി. പാക് അധിനിവേശ കാശ്മീരിനെ ബാക്കി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഡ് പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് ഈ ഒരു LOC ആണ്. ഇവിടെ LAC എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അതിർത്തിയുണ്ട്, LAC. ഇവരെ തമ്മിൽ നമുക്ക് വേർതിരിക്കാം. ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഇവരെ തമ്മിൽ വേർതിരിക്കുന്നു. ഇത് ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശവും ഇത് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും. പഴയ ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം ഇപ്പോൾ ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഇത് COK, ചൈനീസ് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന പ്രദേശം. ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീരിന്റെ ഭാഗം. ഇത് POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ. വേർതിരിക്കുന്ന രേഖ ഇത് LAC, ഇത് LOC, ഇത് LAC, ഇത് LAC. ഇതേതാണ്? ഒന്നുകൂടെ പറഞ്ഞ്, ഇതേതാണ്? LOC. ക്ലിയർ? ജമ്മുവിലാണ് ശ്രീനഗർ വരുന്നത്, ലഡാക്കിലാണ് കാർഗിൽ വരുന്നത്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്നാണ് ചോദ്യം. ജമ്മു കാശ്മീരിലുള്ള ശ്രീനഗറിനെ എങ്ങോട്ട് ബന്ധിപ്പിക്കുന്നു? കാർഗിലേക്ക് ബന്ധിപ്പിക്കുന്നു. ഉത്തരം ഏതാണ്? സോജില. ബാക്കിയൊക്കെയോ? നാഥുല സിക്കിമിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ലിപ്പു ലേക്ക് ഉത്തരാഖണ്ഡിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഇനി ഷിപ്കില ഹിമാചൽ പ്രദേശിനെ ടിബറ്റിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. 4 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു. 4ാമത്തെ ചോദ്യം വന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഉത്തരപർവ്വത മേഖല എന്ന ഭാഗത്ത് നിന്നാണ് വന്നേക്കുന്നത്. ഇന്ത്യൻ ഭൂപ്രകൃതി എന്നാണ് 4ാമത്തെ ചോദ്യം. 1ാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചു ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതായിരുന്നു 1ാമത്തെ ചോദ്യം വന്നത്. 3ാമത്തെ ചോദ്യം വന്നത് ഭൂമിയുടെ ലോക ഋതുക്കൾ എന്ന ഭാഗത്ത് നിന്നാണ് 3ാമത്തെ ചോദ്യം വന്നത്. ഇനി സെൻസസ് എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നത്. ഇപ്പോൾ ഋതുക്കൾ നമുക്ക് SCRT-യിലും NCERT-യിലും ഒരേപോലെ പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ഋതുക്കൾ എന്ന് പറയുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠത്തിനകത്ത്, ഈ ചാപ്റ്ററിനകത്ത്, ആ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ചാപ്റ്ററിനകത്ത് ചുരങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. 5ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിള ഏത്? 10ാം ക്ലാസ്സിലെ SCRT 8ാമത്തെ പാഠം ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന പാഠത്തിലും അതേപോലെ തന്നെ +2 ബുക്കിൽ ഇന്ത്യയുടെ കാർഷിക മേഖല എന്ന പാഠത്തിലും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ വിളകളെ 3ആയി തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഖാരിഫ് അല്ലെ, മഴക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ. റാബി,
ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ. അടുത്തത് സെയ്ദ്, ഉഷ്ണകാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇപ്പൊ ഖാരിഫിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിളകളായിട്ടുള്ള നെല്ല്. ഇന്ത്യയിലെ ഏറ്റവും മുഖ്യ ഭക്ഷ്യവിള നെല്ലില്ലേ, നെല്ല്, അതുപോലെ ചണം, ചോളം, കരിമ്പ്, നിലക്കടല, ഇതെല്ലാം ഇതിനകത്ത് വരുന്നു, ഖാരിഫിനകത്ത് വരുന്നു. റാബിക്കകത്ത് വരുന്നതാണ് ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. ഇതെല്ലാം റാബി വിളകൾക്കകത്ത് വരുന്നു. സെയ്ദിനകത്ത് വരുന്നതാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. അപ്പൊ ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ റാബി വിള ഏതെന്നാണ് ചോദ്യം. ചണമുണ്ട്, നിലക്കടലയുണ്ട്, കടുകുണ്ട്, ചോളമുണ്ട്. ഏതാണ് ആൻസർ? റാബി വിള എന്ന് പറഞ്ഞത് ഇതിൽ ആൻസർ ഏതാ വരുന്നത്? കടുകാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ശൈത്യകാല വിളകൾ എന്നാണ് റാബി വിളകളെ വിളിക്കുന്നത്. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്, റാബി വിളക്കകത്ത് വരുന്നതാണ്. ചണം, നിലക്കടല, ചോളമെല്ലാം ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണം, ചണമായാലും നിലക്കടലയായാലും ചോളമായാലും നെല്ലായാലും എല്ലാം ഏതിനകത്ത് വരും? ഖാരിഫിനകത്ത് വരും കേട്ടോ. ഖാരിഫിനകത്ത്. സെയ്ദിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മാത്രമേ വരുന്നുള്ളൂ. സാമ്പത്തിക ഭൂമിശാസ്ത്രം അത് 10ാം ക്ലാസ്സിലും ഉണ്ട്, +2ലും ഉണ്ട് പഠിക്കാൻ ഈ പാഠം കേട്ടോ. അപ്പോൾ 10ൽ മാത്രം പഠിച്ചാൽ പോലും ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. +2 തന്നെ പഠിക്കണമെന്നില്ല. അടുത്തത് 6ാമത്തെ ചോദ്യം. നിർവാത മേഖലയെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. നിർവാത മേഖല 10ാം ക്ലാസ്സിലെ SCRT 10ാം ക്ലാസ് ജോഗ്രഫിയിലെ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠത്തിനകത്ത് ഇത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ +1 പുസ്തകത്തിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ കാറ്റുകൾ, അന്തരീക്ഷത്തിലെ വാദങ്ങൾ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. +1 ബുക്കിലാണ് വരുന്നത്. +1 ഫിസിക്കൽ ജോഗ്രഫി ടെക്സ്റ്റിൽ അത് വരുന്നത്. അതിൽ പഠിക്കാനുണ്ട്. 10ൽ പഠിച്ചാൽ പോലും ഈ ചോദ്യത്തിന് ഉത്തരം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. +2ലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചില ചോദ്യങ്ങൾ നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള SCRT മാത്രം പഠിച്ചാൽ മതി. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ +1 +2 ബുക്കും കൂടെ റെഫർ ചെയ്തെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ് നമുക്ക് വേണ്ടത്? ജോഗ്രഫിയുടെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് ജോഗ്രഫിയുടെ പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ് വരെയുള്ള SCRT പുസ്തകങ്ങളും +1ലെയും +2ലെയും ടെക്സ്റ്റ് ബുക്കുകൾ കൂടി റെഫർ ചെയ്ത് അതിനടിസ്ഥാനത്തിൽ നോട്ടുകൾ പ്രിപ്പയർ ചെയ്താണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. ഞാൻ തരുന്ന ക്ലാസ്സുകൾ, നോട്ടുകൾ മാത്രം പഠിച്ചാൽ ജോഗ്രഫിയിൽ നിന്നുള്ള 20 മാർക്ക് സ്കോർ ചെയ്യാം, 100% ഉറപ്പ് വരുന്നു. അപ്പോൾ അത് കൃത്യമായി പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ 20 മാർക്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്ത് നിങ്ങളുടെ റാങ്ക് നില മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആദ്യം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ വർഷത്തെ HSA സോഷ്യൽ സയൻസിൽ അറ്റൻഡ് ചെയ്തവർ, നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷവും ഞാനാണ് ജോഗ്രഫി പഠിപ്പിച്ചത്. അപ്പം അറ്റൻഡ് ചെയ്തവരാരെങ്കിലും ക്ലാസ് കൂടുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്രയോ വ്യക്തമായിട്ട് കൃത്യമായിട്ടാണ് നമ്മൾ പാഠങ്ങൾ കവർ ചെയ്ത് പോയത് എന്നുള്ളത് കേട്ടോ. നോക്കി, നിർവാത മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്. എന്താണ് നിർവാത മേഖല? ഡോൾ ഡ്രംസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിർവാത മേഖല ഇംഗ്ലീഷ് വാക്ക് ഡോൾ ഡ്രംസ് ആണ്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ, സബ് പോളാർ ലോ പ്രഷർ സോൺ, പോളാർ ഹൈ പ്രഷർ സോൺ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അക്ഷാംശങ്ങളാണ്. 30 ഡിഗ്രി നോർത്തും അതുപോലെ തന്നെ 30 ഡിഗ്രി സൗത്തും. സബ് പോളാർ ലോ പ്രഷർ സോൺ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ്. ഇനി പോളാർ ഹൈ പ്രഷർ സോൺ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ 90 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ആണ്. ഇനി നിർവാത മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്ക് വടക്ക് ദിശയിൽ 5 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങളാണ്. 5 ഡിഗ്രി നോർത്ത് ടു 5 ഡിഗ്രി സൗത്ത് ഭൂമധ്യരേഖയിൽ നിന്ന്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലെ 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഏത്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അതായത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഡോൾഡ്രംസ് എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് 5 ഡിഗ്രി വരെയാണ്. ഇതേ നോക്കിക്കേ, ഇതാണ് വാണിജ്യവാദങ്ങൾ. 30 ഡിഗ്രി ഹൈ പ്രഷറിൽ നിന്ന് 0 ഡിഗ്രി ലക്ഷ്യമാക്കി വീശുന്ന ഈ കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. അത് ഭൂമധ്യരേഖയ്ക്ക് സമീപത്താണ് കൂടിച്ചേരുന്നത്. ഇവിടെ പറഞ്ഞു നിർവാത മേഖല ഭൂമധ്യരേഖയിൽ നിന്ന് 5 വരെയുള്ള സ്ഥലങ്ങളാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നോക്കിക്കേ, ഭൂമധ്യരേഖയുടെ അടുത്തുള്ള സ്ഥലം ഏത് മാത്രമാണ്? ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ളതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിർവാത മേഖല ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലേക്കും താഴേക്കും 5 ഡിഗ്രി വരെയുള്ള സ്ഥലങ്ങളാണ്. ബാക്കിയെല്ലാം 30, 60, 90 ഒക്കെയാണ്. ആൻസർ ചെയ്ത് വരും ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള സ്ഥലം. കാറ്റുകൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. 7ാമത്തെ ചോദ്യം ഫൈനൽ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ഈ ചോദ്യം ഡിലീറ്റഡ് ആയിരുന്നു. ചോദ്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. ഭൂഭ്രമണത്തിന്റെ വേഗത ഭൂമധ്യരേഖ പ്രദേശത്ത് എത്ര എന്നുള്ളതായിരുന്നു ചോദ്യം. ഇത് പരിക്രമണ വേഗതയാണ് തന്നേക്കുന്നത്. ഏകദേശം 28 അല്ലെങ്കിൽ 30, ഏകദേശം തന്നേക്കുന്നത് കേട്ടോ. 28-30 km/s എന്നുള്ളത് ഭൂമിയുടെ പരിക്രമണ വേഗതയാണ്. ഭൂമിയുടെ പരിക്രമണ വേഗത. ഭൂഭ്രമണത്തിന്റെ വേഗത ഭൂമധ്യരേഖയിൽ 1670 km/h ആണ്. അത് കൺവേർട്ട് ചെയ്ത് മീറ്ററിലേക്ക് വരുമ്പോൾ 480 സംതിങ്
460 480 മീറ്റർ പെർ സെക്കൻഡ് വരും. മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ അത് 0.460 കിലോമീറ്റർ പെർ സെക്കൻഡ് വരും. ഇവിടെ 28 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, മറ്റത് 0.460 കിലോമീറ്റർ പെർ സെക്കൻഡേ വരത്തുള്ളൂ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂഭ്രമണത്തിന്റെ വേഗത അത്രയാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഏതാണ് ഭൂമിയുടെ പരിക്രമണ വേഗത കൂടുതലാണ്. ഭൂമിയുടെ പരിക്രമണ വേഗത ഏകദേശം എത്രയാണ്? പരിക്രമണ വേഗത എത്തുന്നേക്കുന്നത് 28 അല്ലെങ്കിൽ 30 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇത് പരിക്രമണ വേഗതയാണ് കേട്ടോ, പരിക്രമണ വേഗത. ഒരിക്കലും ഭ്രമണ വേഗതയല്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഫൈനൽ കീയിൽ ഇത് ക്യാൻസൽ ആയിരുന്നു. ഒരു ജൈവിക അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏത്? ശിലകൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. ഇതിന്റെ ആൻസർ നമുക്ക് ഹയർ സെക്കൻഡറി ബുക്കിൽ നിന്ന് മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് 8ലും 9ലും ഒക്കെ ശിലകളെ പറ്റി പഠിക്കാനുണ്ട്. 8ാം ക്ലാസ്സിൽ ഭൂമിയുടെ ഉറവിടത്തെ പറ്റി പഠിക്കാനുണ്ട്, ഭൂമിയുടെ ഘടനയെ പറ്റി പഠിക്കാനുണ്ട്. അവിടെ ശിലകളെ പറ്റി പ്രതിപാദനം വരുന്നുണ്ട്. പക്ഷേ അവസാദ ശിലകളുടെ ക്ലാസിഫിക്കേഷൻസ് അവിടെ പറയുന്നില്ല. നമ്മുടെ SCERT ടെക്സ്റ്റിൽ 8ലും 9ലും പുസ്തകത്തിലൊന്നും അവസാദ ശിലകളുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പറയുന്നില്ല. അത് ഹയർ സെക്കൻഡറി ബുക്കിലേ ഉള്ളൂ. അവസാദ ശിലകളെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ജൈവികമായിട്ട്, രാസികമായിട്ട്, അത് ബലകൃതമായിട്ട് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അത് 3ആയി തരംതിരിക്കുന്നുണ്ട്. ബലകൃതം, ജൈവികം, അതേപോലെ തന്നെ രാസികം, കെമിക്കലി, ഇങ്ങനെ 3ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട് അവസാദ ശിലകളെന്ന് +1 ബുക്കിനകത്ത് പ്രതിപാദനം വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇല്ല. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡയറ്ററൈറ്റ് ആണ്. ഏതാണ് ആൻസർ? ഡയറ്റോമൈറ്റ് ആണ് ആൻസർ. നോക്കിയേ, ഡൈക്ക് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന ഒരു ആഗ്നേയ ശിലാരൂപമാണ് ഡൈക്ക് എന്ന് പറയുന്നത്. ഡൈക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള നീളത്തിൽ നേരെ മുകളിലോട്ടുള്ള ആന്തരിക ശിലാരൂപമാണ് ഡൈക്ക് എന്ന് പറയുന്നത്. ജിപ്സം ഒരു രാസിക അവസാദ ശിലയാണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് ജൈവികമാണ് ചോദിച്ചേക്കുന്നത്. ചോക്ക്, ചുണ്ണാമ്പ് കല്ല്, പെട്രോളിയം ഒക്കെ ജൈവിക അവസാദ ശിലയാണ്. പിന്നെ ലോയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണൽ, കാറ്റ് നിക്ഷേപിക്കുന്ന സിൽറ്റ് അല്ല അലൂവ്യമാണ് കേട്ടോ. കാറ്റിന്റെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഭൂരൂപമാണ്. അല്ല, ഭൂരൂപം എന്ന് പറയാൻ പറ്റത്തില്ല. സിൽറ്റിന്റെ, അലൂവ്യത്തിന്റെ, എക്കലിന്റെ ഒക്കെ ഒരു നിക്ഷേപ പ്രദേശത്തെയാണ് നമ്മൾ ലോയസ് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്, ലോയസ് സമതലങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ആൻസർ ഇന്ന് മാത്രമേ വരത്തുള്ളൂ, ഡയറ്റോമൈറ്റ്. ഡൈക്ക് ഞാൻ പറഞ്ഞു ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ഒരു ആന്തരിക ശിലാരൂപമാണ്, പ്രത്യേകിച്ച് വെർട്ടിക്കലി ലംബമായിട്ട് ഉണ്ടാകുന്ന ഒരു ആന്തരിക ശിലാരൂപമാണ്. ജിപ്സം ഒരു രാസിക അവസാദ ശിലയാണ്. ഡയറ്റോമൈറ്റ് ആണ് ഇവിടെ ആൻസർ പറഞ്ഞത്, ജൈവിക അവസാദ ശിലയ്ക്ക്. അപ്പോൾ ശിലകൾ എന്ന ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ +2 ബുക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം +1 ബുക്കിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യവും 9ാമത്തെ ചോദ്യം, ഇതും +1 ബുക്കിൽ തന്നെ. ഭൂരൂപങ്ങളുടെ പരിണാമം, ഭൂരൂപങ്ങളുടെ പരിണാമം എന്ന പാഠത്തിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. +1 ബുക്കിലാണ്. ഇത് നമുക്ക് ഈ റിപ്പിൾസും ഡിമോസിലും അതുപോലെ നീഡിൽസും ഇൻസൽബർഗും ഒന്നും നമുക്ക് കാര്യമായിട്ട് SCERT പഠിക്കാനായിട്ട് പറ്റത്തില്ല. SCERT ഇതിന്റെ വിവരങ്ങളൊന്നും നമുക്ക് തരുന്നില്ല. ഇത്രയും ഡേറ്റ നമുക്ക് തരുന്നില്ല. ചോദ്യം, തിരമാലകളുടെ രൂപത്തിൽ മരുഭൂമികളിൽ കാണപ്പെടുന്ന മണൽ നിക്ഷേപങ്ങളാണ്. ഏതാണ്? റിപ്പിൾസ് ആണ്. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ളത് SCERT പറയുന്നുണ്ട് ബർക്കൻസ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രൂപപ്പെടുന്ന മണൽ നിക്ഷേപങ്ങൾ, മരുഭൂമിയിൽ രൂപപ്പെടുന്ന മണൽ നിക്ഷേപങ്ങളാണ് നമ്മൾ ബർക്കൻസ് എന്ന് വിളിക്കുന്നത്. തിരമാലകളുടെ രൂപത്തിലുള്ളതാണ് റിപ്പിൾസ്. ഇൻസൽബർഗ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന കാറ്റിന്റെ അപരദന ഫലമായി രൂപപ്പെടുന്ന ഉയർന്ന കല്ലുകളാണ് ഇൻസൽബർഗ്. ഒറ്റപ്പെട്ട ശിലകളെയാണ് നമ്മൾ ഇൻസൽബർഗ് എന്ന് വിളിക്കുന്നത്, ഏകശിലകളെയാണ് ഇൻസൽബർഗ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഡിമോയിസൽ, ഇതേപോലെ തന്നെ കാറ്റിന്റെ അപരദന ഫലമായി രൂപപ്പെടുന്ന, അതായത് ഡിഫറൻഷിയേറ്റഡ് ഇറോഷൻ. സോഫ്റ്റ് റോക്കിലും ഹാർഡ് റോക്കിലും ഉണ്ടാകുന്ന ഡിഫറൻഷിയേറ്റഡ് ഇറോഷന്റെ ഭാഗമായിട്ട് ഉയർന്നു നിൽക്കുന്ന റോക്കുകളെയാണ്, ഉയർന്ന ശിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമോയിസൽ എന്ന് വിളിക്കുന്നത്. സോഫ്റ്റ് റോക്കുകൾക്കുണ്ടാകുന്ന ഇറോഷൻ കാരണം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ശിലകളെ ഡിമോയിസൽ എന്ന് വിളിക്കുന്നത്. നീഡിൽസും അതേപോലെ തന്നെ നീഡിലിന്റെ ആകൃതിയിലുണ്ടാകുന്ന ശിലകൾ, നീഡിലിന്റെ ആകൃതിയിൽ രൂപപ്പെടുന്ന അപരദനത്തിന് ശേഷം നീഡിലിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന ശിലകൾ, അപരദനത്തിന് ശേഷം, കാറ്റിന്റെ അപരദനത്തിന് ശേഷം ഒരു നീഡിൽ ഷേപ്പിൽ രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ നീഡിൽസ് എന്ന് വിളിക്കുന്നത്. ഡിമോസിലും അതേപോലെ തന്നെ ശിലകളാണ് ഇൻസൽബർഗ്. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ഏകശിലകളെയാണ് ഇൻസൽബർഗ് എന്ന് വിളിക്കുന്നത്. കാറ്റിന്റെ നിക്ഷേപണം ബർക്കൻസും റിപ്പിൾസുമാണ്. റിപ്പിൾസ് ആണ് തിരമാലകളുടെ രൂപത്തിൽ, ബർക്കൻസ് ആണ് ചന്ദ്രക്കലയുടെ രൂപത്തിൽ. ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം എന്ന +1 പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം. 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കുന്ന ഘടകം ഏത്? ഘനീഭവിക്കുക, കണ്ടൻസ് ചെയ്യുക അല്ലെ, കണ്ടൻസേഷൻ. അതായത് അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി എന്തായി മാറുന്നു? ജലത്തുള്ളികളോ അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസോ ആയി മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ, ഘനീഭവിക്കൽ എന്ന് പറയുന്നത്. അല്ലെ, ഇവാപ്പറേഷൻ വഴിയാണ്. നല്ല ചൂടുള്ളപ്പോൾ, പകൽ സമയത്ത് നല്ല അതിഭയങ്കരമായിട്ടുള്ള ചൂട്, ശക്തമായ ചൂടിന്റെ ഫലമായിട്ടാണ് കടലിലെ ജലം നീരാവിയായി മാറി അന്തരീക്ഷത്തിലെത്തുന്നത്. അത് ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. ഘനീഭവിക്കൽ ധാരാളം മറ്റു പ്രോസസ്സ് ഉണ്ട്. ഘനീഭവിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മേഘങ്ങൾ മാത്രമല്ല,
മറ്റു രൂപങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞായി മാറുന്നത് അല്ലേ? അങ്ങനെ ഘനീഭവിക്കലിന്റെ പല രൂപങ്ങൾ അതെല്ലാം. അപ്പൊ അതിന് നേരിട്ട് സഹായിക്കാത്ത ഘടകം ഏതെന്നാണ് ചോദ്യം. ഇതും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും SCERT-യിൽ നിന്ന് കിട്ടുന്ന ഡേറ്റകളിൽ നിന്ന് ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വായന, പരന്ന വായന നമുക്ക് വേണം ഇതിന്റെ ആൻസറിലേക്കൊക്കെ എത്താനായിട്ട്. ഇതൊക്കെ നമുക്ക് +1 നമുക്ക് പഠിക്കാനുള്ളത്. അന്തരീക്ഷത്തിലെ ജലബാഷ്പം, അന്തരീക്ഷത്തിലെ ആർദ്രത, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് +1 ബുക്കിലാണ്. അപ്പോൾ +1 ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്ന +1 ജോഗ്രഫി ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? പകലിന്റെ ദൈർഘ്യമാണ്. പകലിന്റെ ദൈർഘ്യം അല്ലേ? പകലിന്റെ ദൈർഘ്യം എന്താണ്? ഘനീഭവിക്കലിനെ നേരിട്ട് സഹായിക്കാത്ത ഘടകമാണ്. അപ്പോൾ ഊഷ്മാവ് കുറയുക, പെട്ടെന്ന് ഊഷ്മാവ് കുറയുന്നത് ഘനീഭവിക്കലിനെ പെട്ടെന്ന് സഹായിക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഉയർന്ന ആർദ്രത, അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം വരുന്നത്, ഈർപ്പത്തിന്റെ അളവ് കൂടുന്നത് ഘനീഭവിക്കലിനെ സ്വാധീനിക്കും. പൊടിപടലങ്ങൾ, ഘനീകരണ മർമ്മം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മം എന്നാണ് വിളിക്കുന്നത്. പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്തരീക്ഷത്തിലെ നീരാവി കണികകൾ തണുക്കുന്നത്, ഘനീഭവിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ പകലിന്റെ ദൈർഘ്യം മാത്രമാണ് ഈ പറഞ്ഞതിൽ നേരിട്ട് സ്വാധീനിക്കാത്തത്. കാരണം ഈ പ്രോസസ്സ് നടക്കുന്നത്, കണ്ടൻസേഷനൊക്കെ നടക്കുന്നത് അന്തരീക്ഷത്തിലെ ഉയർന്ന തലങ്ങളിലാണ്. അവിടെ പകലിന്റെ ദൈർഘ്യമോ രാത്രിയുടെ ദൈർഘ്യമോ ഒന്നും സ്വാധീനിക്കുന്നില്ല. ഊഷ്മാവ് മാത്രമേ കാര്യമായിട്ട് അതിനെ സ്വാധീനിക്കുന്നുള്ളൂ. അപ്പോൾ പകലിന്റെ ദൈർഘ്യം കൂടിയാലും ഊഷ്മാവ് കുറഞ്ഞു തന്നെയാണ് അന്തരീക്ഷത്തിന്റെ മുകൾ തലങ്ങളിലെങ്കിൽ അതൊരിക്കലും കണ്ടൻസേഷനെ സ്വാധീനിക്കത്തില്ല. ഈ പകലിന്റെ ദൈർഘ്യം സ്വാധീനിക്കത്തില്ല. ക്ലിയർ അല്ലേ? കാര്യമായിട്ട് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 11ാമത്തെ ചോദ്യം, സമുദ്രജല പ്രവാഹങ്ങൾ. ഇത് നമുക്ക് 9 പഠിക്കാനുണ്ട്. കുറോഷ്യ പ്രവാഹത്തെ പറ്റി പഠിക്കാനുണ്ട്. ആൻസർ പസഫിക്കിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് കുറോഷ്യ പ്രവാഹം. സമുദ്രങ്ങൾ, പസഫിക് സമുദ്രത്തിൽ പടിഞ്ഞാറ് വശം, സമുദ്രത്തിന്റെ പടിഞ്ഞാറ് വശങ്ങളെല്ലാം തന്നെ ഉഷ്ണജല പ്രവാഹം. അതിപ്പോൾ ഏത് സമുദ്രമായാലും പടിഞ്ഞാറ് ഭാഗങ്ങൾ ഉഷ്ണജല പ്രവാഹങ്ങളും കിഴക്ക് ഭാഗം, സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ശീതജല പ്രവാഹങ്ങളുമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തോണം. ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. പസഫിക്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഏഷ്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്നീ ഭൂഖണ്ഡങ്ങളും നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളുമാണ് പസഫിക് സമുദ്രത്തിന്റെ അതിരുകളായി വരുന്നത്. ഇതിൽ പടിഞ്ഞാറ് വശത്തുള്ളവരെല്ലാം തന്നെ എന്താണ്? ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഏഷ്യയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ ഉഷ്ണജല പ്രവാഹമാണ് കുറോഷ്യ പ്രവാഹം. നോർത്ത് അമേരിക്കയുടെ ഭാഗത്തൂടെ കടന്നു വരുന്ന ഭൂമധ്യരേഖ ഭാഗത്തേക്ക് വരുന്ന ശീതജല പ്രവാഹമാണ്, ഇതാണ് കാലിഫോർണിയ പ്രവാഹം. അതേപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന പസഫിക്കിലെ ഉഷ്ണജല പ്രവാഹമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ. സൗത്ത് അമേരിക്കയുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന പസഫിക്കിലെ ശീതജല പ്രവാഹമാണ് പെറൂവിയൻ പ്രവാഹം, ഹംബോൾട്ട് പ്രവാഹം എന്നൊക്കെ വിളിക്കുന്നത്. ഹംബോൾട്ട് പ്രവാഹം കണ്ടോ? പടിഞ്ഞാറ് രണ്ടും ഉഷ്ണജലം. ഉഷ്ണജലമെല്ലാം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് ഉണ്ടോ? ഉഷ്ണജലമെല്ലാം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിൽ, ഉഷ്ണജലമെല്ലാം എവിടെ നിന്ന് എങ്ങോട്ടാണ്? തിരിഞ്ഞു വന്നല്ലേ, ഇവിടെ തിരിയണം. ഉഷ്ണജലം എങ്ങോട്ടാണ്? ഉഷ്ണജലമെല്ലാം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്കും, ശീതജലമെല്ലാം എങ്ങനെയാണ്? ശീതജലമെല്ലാം എങ്ങനെയാണ്? ശീതജലം ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക്. കണ്ടോ? മുകളിൽ കണ്ടോ? ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖ. ഇതാണ് കാലിഫോർണിയ പ്രവാഹം, ഇതാണ് പെറു പ്രവാഹം. ഈ പറഞ്ഞിരിക്കുന്നതാണ്, ഇതാണ് കുറോഷ്യ പ്രവാഹം, ഇതാണ് പശ്ചിമ കിഴക്കൻ ഓസ്ട്രേലിയ പ്രവാഹം കേട്ടോ. കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം, ഈസ്റ്റ് ഓസ്ട്രേലിയ പ്രവാഹം, കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം. ഓസ്ട്രേലിയയുടെ കിഴക്കല്ലേ, കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ കുറോഷ്യ പ്രവാഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുറോഷ്യ പ്രവാഹത്തെ എന്ത് വിളിക്കുന്നു? ജപ്പാൻ പ്രവാഹം എന്ന് വിളിക്കുന്നുണ്ട്. കറുത്ത പ്രവാഹം, ബ്ലാക്ക് സ്ട്രീം ഒക്കെ എന്ന് വിളിക്കുന്നത് ഈ കുറോഷ്യ പ്രവാഹത്തെയാണ്. സുഷിമ പ്രവാഹം കുറോഷ്യ പ്രവാഹത്തിന്റെ ഒരു സബ് പ്രവാഹമാണ്, ഒരു ഉപപ്രവാഹമാണ് ഈ സുഷിമ പ്രവാഹം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 2 എണ്ണം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്കുള്ള 2 എണ്ണം. ഈ 2 എണ്ണം ഉഷ്ണജലമാണ്. കുറോഷ്യോ കിഴക്കൻ ഓസ്ട്രേലിയ, പശ്ചിമല്ല കിഴക്കൻ ഓസ്ട്രേലിയൻ. ഇനി ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കുള്ള 2 എണ്ണം നോക്കിക്കേ. ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് കാലിഫോർണിയ പ്രവാഹവും, ഇതിന്റെ പേരെന്താണ്? ഇത് കാലിഫോർണിയ പ്രവാഹം, ഇതിന്റെ പേരെന്താണ്? പെറു പ്രവാഹം. ക്ലിയർ അല്ലേ? ഇവിടെ കുറോഷ്യ പ്രവാഹം. സമുദ്രജല പ്രവാഹങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ബുക്കിൽ അവസാനത്തെ പാഠമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. +1 ഹയർ സെക്കൻഡറിയിൽ +1 അവസാനത്തെ പാഠമായിട്ട് പഠിക്കാനുണ്ട്. കുറോഷ്യ പ്രവാഹത്തിന്റെ ആൻസർ ചെയ്യണം, ഈ ചോദ്യത്തിന്റെ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിലെ സമുദ്രങ്ങളത്തെ പാഠം മാത്രം പഠിച്ചാലും മതി. കാരണം അതിനകത്ത് കുറോഷ്യ പ്രവാഹത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? ആൻസർ കാർട്ടജീന പ്രോട്ടോകോൾ. ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കാർട്ടജീന പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യോട്ടോ പ്രോട്ടോകോൾ പറയാമോ? ആഗോളതാപനത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കാർബൺ എമിഷൻസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ വന്നിട്ടുള്ളത്. എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ?
ഓസോൺ പാളിയുടെ ദോഷം അല്ലെങ്കിൽ അതിന് ഹാംഫുൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ ഉടമ്പടി. ഇനി എന്താണ് നഗോയ പ്രോട്ടോകോൾ? ഇത് ജനറ്റിക് സ്പീഷ്യസിന്റെ ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ ജൈവ വൈവിധ്യങ്ങളുടെ ഈക്വൽ ആയിട്ടുള്ള ഷെയറിങ്, അതിൻ്റെ ജൈവ വൈവിധ്യങ്ങളിൽ നിന്നുള്ള ബെനിഫിറ്റ്സിൻ്റെ ഈക്വൽ ഷെയറിംഗ് ആണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്? നഗോയ പ്രോട്ടോകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ജൈവ വ്യതിയാനം വരുത്തിയ ജീവികളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉടമ്പടി കാർട്ടജീന പ്രോട്ടോകോളാണ് ആൻസർ കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഭ്രംശ താഴ്വര ഏത്? റിഫ്റ്റ് വാലി. റിഫ്റ്റ് വാലി നമുക്ക് പഠിക്കാനുള്ളത്, വാലീസിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ളത് ഭൂരൂപങ്ങൾ എന്ന ടോപ്പിക്കിലാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് +1 +2 ബുക്കുകളിലാണ്. നമുക്ക് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് ഭ്രംശ താഴ്വരയെ പറ്റിയുള്ള ഐഡിയ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ആൻസർ ഇത് സൊനോമ താഴ്വര, ചിനാബ് താഴ്വര ഇന്ത്യയിലാണ്. ജമ്മു കാശ്മീരിൽ ഒഴുകുന്ന, ഹിമാചൽ പ്രദേശിൽ നിന്ന് ജമ്മുവിലേക്ക് ഒഴുകുന്ന ചിനാബ് റിവർ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് താഴ്വര അമേരിക്കയിലാണ്. അപ്പലേഷ്യൻ താഴ്വര സൊനോമ, ഇതും US-ലാണ്. ജോർദാൻ താഴ്വരയാണ് റിഫ്റ്റ് വാലി. തന്നിരിക്കുന്നവയിൽ വാലീസിൽ റിഫ്റ്റ് വാലിക്ക് ഉദാഹരണമാണ് ഇത് ജോർദാൻ വാലി. നമ്മുടെ നർമ്മദ വാലി ഒരു റിഫ്റ്റ് വാലിയാണ്. ഇന്ത്യയിലെ ഒരു റിഫ്റ്റ് വാലിയാണ്, ഭ്രംശ താഴ്വരയാണ് നർമ്മദ വാലി. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലായി ഒഴുകുന്ന നർമ്മദ ഒരു റിഫ്റ്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ വാലീസ് എങ്ങനെ ഫോം ചെയ്യുന്നു? വാലീസ്, ഗോർജസ്, വി ഷേപ്ഡ് വാലി, ക്യാനിയോൺസ്, ഗിരികന്ധരങ്ങൾ, റിഫ്റ്റ് വാലീസ്, ഇതെല്ലാം ഭൂരൂപങ്ങൾ എന്ന ഭാഗത്തു നിന്നാണ് വരുന്നത്. ഭൂരൂപങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നമ്മൾ രണ്ടാമത്തെ ചോദ്യം കാണുന്നത്. ഭൂരൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം, മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മൗണ്ട് മെറാപ്പി ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ജപ്പാൻ, തായ്വാൻ. വീണ്ടും നമ്മുടെ ഭൂരൂപം തന്നെ, ലാൻഡ് ഫോംസ്, പർവ്വതങ്ങളും താഴ്വരകളും ഒക്കെ ലാൻഡ് ഫോംസിനകത്ത് വരുന്ന ഏരിയയാണ്. വീണ്ടും ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോംസ് എന്നൊരു ചോദ്യം. മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്തോനേഷ്യയിലാണ് അല്ലേ? നമുക്ക് ഇന്ത്യയിൽ ഒരു അഗ്നിപർവ്വതമുണ്ട്, സ്ഥിരമായിട്ട് PSC എക്സാംസിൽ വരുന്നതാണ് ബാരൻ അല്ലെ. ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാർ സ്ഥിതി ചെയ്യുന്ന ബാരൻ ഒരു സജീവ അഗ്നിപർവ്വതമാണെന്നുള്ള കാര്യം ഓർക്കുക. 15ാമത്തെ ചോദ്യം, 2011 സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ നടക്കുന്ന ധാര ഏത്? അപ്പം ജനസംഖ്യയും കുടിയേറ്റവും എന്ന ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ചോദ്യം. നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. 2011 സെൻസസ് അനുസരിച്ച് അന്തർ സംസ്ഥാന കുടിയേറ്റം ഏറ്റവും കുറഞ്ഞ തോതിൽ എവിടെ നിന്ന് എങ്ങോട്ടുള്ള കുടിയേറ്റമാണ് ഏറ്റവും കുറവ് നടക്കുന്നത്? അതിപ്പം എല്ലാവരും നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു സമയമാണ് അല്ലേ? നഗരങ്ങളിലേക്ക്, അവിടെ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റം വളരെ കുറഞ്ഞു. കാരണം വിദ്യാഭ്യാസം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ നല്ല തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെട്ട് അല്ലെ അതിൻ്റെ ആവശ്യത്തിനായിട്ട് മറ്റു പുറം ഭാഗത്തേക്ക്, നഗരങ്ങളിലേക്ക്, സിറ്റികളിലേക്ക്, നല്ല ജോലി സാധ്യതയുള്ള മേഖലകളിലേക്ക് കുടിയേറാറുണ്ട്. തിരികെയുള്ള കുടിയേറ്റം ഇപ്പം നിലവിൽ വളരെ കുറവാണ്. നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കുടിയേറുന്നത് ഇപ്പം നിലവിൽ വളരെ കുറവാണ്. 2011 സെൻസസ് പ്രകാരം ഈ ഒരു കുടിയേറ്റം വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. എവിടുന്നാണ്? നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്. 16ാമത്തെ ചോദ്യം, ലോക തണ്ണീർത്തട ദിനം ഏത്? ലോക തണ്ണീർത്തട ദിനം വെറ്റ്ലാൻഡ്സിന്റെ സംരക്ഷണവും അവയുടെ ഒരു പ്രാധാന്യവും ലോകത്തിന് മുമ്പിൽ എടുത്തു കാട്ടിയ ഒരു കൺവെൻഷനായിരുന്നു റാംസർ കൺവെൻഷൻ. 1971 ഫെബ്രുവരി 2 റാംസർ കൺവെൻഷനിൽ ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നു. അതിൽ ഫെബ്രുവരി 2 ആ ഒപ്പുവെക്കപ്പെട്ട ദിവസം ഇറാനിലാണ് റാംസാർ എന്ന് പറയുന്ന പട്ടണമുള്ളത്. ആ ഒപ്പുവെക്കപ്പെട്ട ദിവസം ലോക തണ്ണീർത്തട ദിനമായിട്ട് എന്നും ആചരിക്കുന്നു, എല്ലാ വർഷവും ആചരിക്കുന്നു കേട്ടോ. തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങൾ സുസ്ഥിരമായ നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ള ബോധ്യം ജനങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഈ തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട് ഇത് ആചരിക്കാനും, അല്ലെങ്കിൽ ഈ തണ്ണീർത്തട ദിനം അതാണ് പ്രാധാന്യം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കേട്ടോ. 17 ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം GPS ആണ്. അമേരിക്ക വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. 10ാം ക്ലാസ്സിൽ വിദൂര സംവേദനം എന്ന പാഠത്തിനകത്താണ് നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുള്ളത്. വിദൂര സംവേദനം 10ലെ വിദൂര സംവേദനം എന്ന ചാപ്റ്ററിനകത്ത് റിമോട്ട് സെൻസിങ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് HSA സോഷ്യൽ സയൻസിന്. അപ്പോൾ അമേരിക്ക വികസിപ്പിച്ച ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് GPS. അതിനു തുല്യമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇതിന്റെ ഓപ്പറേഷണൽ കോഡാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. നാവിക് എന്ന ആ ഒരു കോഡിന്റെ ഫുൾ ഫോം, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ക്ലിയർ ആയില്ലേ? ഇതാണ് ഇന്ത്യ വികസിപ്പിച്ച സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യ കൂടാതെ സമീപ രാജ്യങ്ങളും
ഇന്ത്യൻ മഹാസമുദ്രം ഉൾപ്പെടുന്ന 1500 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശമാണ്, 1500 കിലോമീറ്റർ കവർ ചെയ്യുന്ന പ്രദേശമാണ് ഈ IRNSSന്റെ പരിധിയിൽപ്പെടുന്നത് കേട്ടോ. IRNSSന്റെ പരിധിയിൽപ്പെടുന്നത് 1500 കിലോമീറ്റർ പ്രദേശമാണ്. ഇന്ത്യയും സമീപ രാജ്യങ്ങളും ഉൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള 1500 കിലോമീറ്റർ പ്രദേശമാണ് ഈ IRNSSന്റെ പരിധിയിൽപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി കൊങ്കൺ റെയിൽപാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന പാഠത്തിലാണ് ഇതും വരുന്നത്, കൊങ്കണിനെ പറ്റിയൊക്കെ ഉള്ളത്. കൊങ്കൺ റെയിൽവേ എവിടെ നിന്ന്? മംഗലാപുരം തൊട്ട് കർണാടകയിലാണ്. കർണാടകയിലെ മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയിലെ റോഹ എന്ന സ്ഥലം വരെയാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് അല്ലേ? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ മംഗലാപുരം ഉണ്ട്, അത് കർണാടകയാണ്. റോഹ മഹാരാഷ്ട്രയാണ്. ഇതിനിടയ്ക്ക് ആര് വരുന്നു? ഗോവ വരുന്നു. ഏകദേശം 760 കിലോമീറ്റർ നീളമുള്ള ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ചെയർമാനും ആർക്കിടെക്റ്റും ഒക്കെ ആയിട്ട് വന്നത് ആദ്യം E. ശ്രീധരനായിരുന്നു കൊങ്കൺ റെയിൽവേയുടെ. അപ്പോൾ കൊങ്കൺ റെയിൽവേയുടെ പാതയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനമാണ് ചോദിച്ചേക്കുന്നത്. മഹാരാഷ്ട്ര ഉണ്ട് കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ട്, മഹാരാഷ്ട്ര റോഹ വരെയാന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഗോവ വരുന്നുണ്ട്. പിന്നെ തുടക്കം കർണാടകയിലെ മംഗലാപുരത്തു നിന്നാണ്. ഇതിനകത്ത് ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്താണ്. സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം. SCRT-യിലുണ്ട്, NCRT-യിലുണ്ട്. ഏത് പഠിച്ചാലും ഇതിന് ഉത്തരം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരേ സമയമേഖലയിൽ പെടാത്ത രാജ്യം, വീണ്ടും സമയമേഖല എന്നുള്ള ചോദ്യം. ഒരേ സമയമേഖലയിൽ പെടാത്ത രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ്? എത്യോപ്യയാണ്. ഇംഗ്ലണ്ട്, ഘാന, അയർലൻഡ് ഒക്കെ ഇതെല്ലാം GMT-യുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. GMT നമ്മുടെ പ്രൈം മെറിഡിയനുമായി ബന്ധപ്പെട്ട മേഖലകളാണ്. എന്നാൽ അതിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രൈം മെറിഡിയൻ അത് കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലൂടെ, പിന്നെ ആഫ്രിക്കയിലൂടെ, പിന്നെ അന്റാർട്ടിക്കയിലൂടെ. ഈ 3 ഭൂഖണ്ഡങ്ങളിലാണ്. യൂറോപ്പിൽ ഇംഗ്ലണ്ട് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബുർക്കിന ഫാസോ, ഘാന തുടങ്ങിയ രാജ്യങ്ങൾ എവിടെ വരുന്നുണ്ട്? ആഫ്രിക്കയിൽ വരുന്നുണ്ട്, പിന്നെ അന്റാർട്ടിക്ക വരുന്നുണ്ട്. ഈ 3 ഭൂഖണ്ഡങ്ങളിലൂടെയാണ് പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി ഗ്രീൻവിച്ച് രേഖാംശം കടന്നു പോകുന്നത്. അത് കടന്നു പോകാത്തത് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന എത്യോപ്യ. ഈ തന്നിരിക്കുന്ന 3 രാജ്യങ്ങളിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള എത്യോപ്യയിലൂടെയാണ് ഏത് കടന്നു പോകാത്തത്? ഈ പറഞ്ഞ സമയമേഖല, ഈ പറഞ്ഞ 0 ഡിഗ്രി സമയമേഖല ഏതാണെന്ന് ഇവർ പറയുന്നില്ല. ആ 0 ഡിഗ്രി സമയമേഖല കടന്നു പോകാത്തത് എത്യോപ്യയിലൂടെയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം ഏത്? ബാംഗ്ലൂർ, മുംബൈ, തിരുപ്പൂർ, കാഞ്ചീപുരം. ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം? ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മുംബൈനെയാണ്. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് നഗരത്തെയാണ്? മുംബൈനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പരുത്തിത്തുണി മില്ലുകളുള്ള നഗരമാണ് ഇത്, മുംബൈ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമാണ് മുംബൈ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ പരുത്തിത്തുണി വ്യവസായമാണ് ഏത്? അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് അഹമ്മദാബാദ് അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ മഹാരാഷ്ട്ര അതുപോലെ ഗുജറാത്ത്, ഈ 2 സംസ്ഥാനങ്ങൾ പരുത്തിത്തുണിയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ മുംബൈ വരുന്ന മഹാരാഷ്ട്ര എഴുതരുത്, ഗുജറാത്താണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനത്തെ മഹാരാഷ്ട്ര വരുന്നുള്ളൂ. എന്നാൽ പരുത്തി വ്യവസായ കേന്ദ്രം ചോദിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈയും, പരുത്തി വ്യവസായത്തിൽ രണ്ടാമതുള്ളത് ഗുജറാത്തിലെ അഹമ്മദാബാദുമാണ്. കൃഷി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നോക്കുമ്പോൾ തിരിച്ചു പറയണം. ഗുജറാത്ത് 1ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 2ാം സ്ഥാനത്തും, ഏറ്റവും ലാസ്റ്റത്തെ റിപ്പോർട്ട് പ്രകാരം, ഏറ്റവും അവസാനമായി വന്ന റിപ്പോർട്ടുകൾ പ്രകാരം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതായിരുന്നു ജോഗ്രഫിയിൽ നിന്നുള്ള 20 ചോദ്യങ്ങൾ. എന്താണ് നമുക്കൊരു ഫൈനൽ അനാലിസിസ് ഇവിടെ നടത്താനായിട്ട് സാധിക്കുന്നത്? ജോഗ്രഫിയിലെ 20 ചോദ്യങ്ങളിൽ നമുക്ക് 20 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണമെന്നുണ്ടെങ്കിൽ 5 മുതൽ 10 വരെയുള്ള SCRT-യും ഹയർ സെക്കൻഡറി ബുക്സും നമ്മൾ റെഫർ ചെയ്തേ മതിയാവും, പഠിച്ചേ മതിയാവും. അതിന് പുറത്തുനിന്നും ചെറിയ തോതിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 1-2 ചോദ്യങ്ങൾ ഈ പുസ്തകങ്ങൾക്ക് പുറത്തുനിന്നും ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഡയറ്റോമൈറ്റിനെ പറ്റി സംബന്ധിക്കുന്ന ശിലകളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ആ എക്സാമ്പിളൊക്കെ നമുക്ക് NCERT-യിൽ നിന്നും പുറത്ത് എന്നാണ് വന്നേക്കുന്നത്. ജോർദാൻ താഴ്വരയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ഔട്ട്സൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു റിഫ്റ്റ് വാലി ആയിട്ട് പറയുന്നുണ്ടല്ലോ ജോർദാൻ വാലി, അതൊക്കെ പ്ുസ്തകത്തിലുണ്ട്, +2 ബുക്കിലുണ്ട്. എന്നാലും അത് നോർമലി അത് അത്യാവശ്യം നല്ല പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. SSC, UPSC പോലുള്ള പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഒരു അനാലിസിസ് നടത്തേണ്ടത്? നമ്മൾ SCRT + NCERT നന്നായിട്ട് റെഫർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, കൂടുതൽ സ്ട്രെസ് കൊടുത്ത മേഖലകൾ നിങ്ങൾ കണ്ടു കാണും അല്ലേ? സാമ്പത്തിക ഭൂമിശാസ്ത്രവും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രവും ഒരേപോലെ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ചുരങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ കൊങ്കണിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, വിളകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ, പിന്നെ പരുത്തിയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു ചോദ്യം കണ്ടു അല്ലേ? കോട്ടോണോപോളിസ് കണ്ടു, മുംബൈയെ പറ്റി കണ്ടു, അതേപോലെ തന്നെ വിളകളെ പറ്റി കണ്ടു, റാബി ഖാരിഫ് വിളകളെ പറ്റി കണ്ടു അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിനും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭൗതിക ഭൂമിശാസ്ത്രത്തിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വേൾഡ് ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന്, കാറ്റുകൾക്ക്, ഭൂരൂപങ്ങൾക്ക്,
സമുദ്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. 4 ഏരിയകൾ: കാറ്റുകൾ, അതുപോലെ തന്നെ അന്തരീക്ഷം, പിന്നെ ഭൂരൂപങ്ങൾ, സമുദ്രങ്ങൾ. 4 പേർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇന്ത്യയുടെ കേസ് പറയുമ്പോൾ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ ഭൗതിക ഭൂമിശാസ്ത്രത്തിനും ഭൗതിക ഭൂമിശാസ്ത്രത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ടൈം സോണുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. ടൈം സോണുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നമുക്ക് വന്നു. അതായത് ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങൾ, ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ഭാഗത്ത് നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, ഈ ചോദ്യങ്ങൾ വന്ന മേഖലകൾ മനസ്സിലാക്കിക്കൊണ്ട്, ആ ഏരിയാസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഠനം നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂൾസിന്, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. റിമോട്ട് സെൻസിങ് എന്നൊരു ചോദ്യം നിങ്ങൾ കണ്ടാണ്, IRNSS അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള ഏരിയകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്ന മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അത് മാത്രം പോരാ, സിലബസിൽ തന്നിരിക്കുന്ന A to Z പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുകയും വേണം. അവസാന റിവിഷൻ സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ സ്ട്രെസ് കൊടുക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ടോപ്പിക്കും 1 by 1 ആയിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മുടെ പഠനം നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് ആരംഭിക്കാം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പഠനം നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും, ഉറപ്പാണ്. നല്ല വിജയത്തിലേക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കും. ഒരു പഠനത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കുറച്ചെങ്കിലും കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. നമുക്ക് ഇനി ക്ലാസ്സുകളുമായിട്ട് കാണാം. HSS സോഷ്യൽ സയൻസിൻ്റെ ജോഗ്രഫി മൊഡ്യൂൾസിൽ പ്രധാനപ്പെട്ട മൊഡ്യൂളുകളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ മൊഡ്യൂളിലെ ക്ലാസ്സുകളുമായി നമുക്ക് അടുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അറിയണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് തരുന്നതായിരിക്കും. പഠിച്ചു തുടങ്ങുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല റാങ്ക് വാങ്ങുക, ജോലി നേടുക. താങ്ക് യു.